ജനുവരി 9 ഗവർണറെ പങ്കെടുപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന പരിപാടി ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് വ്യാപാരി വ്യവസായി സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് വ്യാപാര സമൂഹത്തിനാണെന്നും നേതാക്കൾ പറഞ്ഞു. പ്രധാനമായ ബില്ലുകളിൽ ഒപ്പിടാതെ ഇടുക്കിയിലെ വ്യാപാര സമൂഹത്തെയും കർഷക സമൂഹത്തെയും ഉൾപ്പെടെ വെല്ലുവിളിക്കുന്ന ഗവർണറെ ബഹിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് തയ്യാറാകാതെ ഇടുക്കിയിലെ കർഷകരുടെ പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ പ്രകടിപ്പിക്കുന്ന ദിവസം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണറെ ജില്ലയിൽ കൊണ്ടുവരുന്നത് തികച്ചും നിഷേധപരമായ നിലപാടാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഗവർണർ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒപ്പിടാൻ എന്തെങ്കിലും ജനവിരുദ്ധമായ നടപടികളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരിച്ചയക്കുകയായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് അയക്കാതെ തന്നെ അതിന്റെ മേളിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്താതെ വൈകിപ്പിക്കുന്നത് ഇവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടാക്കാനും ഈ മേഖലയിലെ ആളുകളെ ആകെ ഒരു സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആക്ഷേപമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് ഇവിടുത്തെ ചെറുകിട വ്യാപാര മേഖലയിലുള്ള ചെറുകിട കച്ചവടക്കാർക്കാണ്. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ വ്യാപാര സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന ഈ പരിപാടികളിൽ നിന്ന് ഏകോപന സമിതി പിൻവലിയണം, ഈ നടപടികളിൽ നിന്ന് പിന്മാറണം എന്നാണ് വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നത്. ഇതുമായിട്ട് ഗവർണർ 9-ാം തീയതി ജില്ലയിൽ പങ്കെടുക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രതിഷേധ പരിപാടികളിലും സജീവമായിട്ട് നേതൃത്വം കൊടുക്കുവാനായിട്ട് വ്യാപാരി വ്യവസായി സമിതി ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ദ്രോഹകരമായി മാറുന്ന സമീപനങ്ങളുമായി ഇവിടുത്തെ അരാഷ്ട്രീയവാദികളുമായിട്ട് ഇവിടുത്തെ കച്ചവട സമൂഹത്തിന്റെ ഒരു വിഭാഗം നടത്തുന്ന ഈ പരിശ്രമങ്ങൾ ഹീനകരമാണ് എന്നാണ് വ്യാപാരി വ്യവസായി സമിതിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുവാനുള്ളത്. പരിപാടി നടത്തുന്നവർ അതിൽ നിന്ന് പിന്തിരിയണം. കൂടാതെ 9-ന് നടക്കുന്ന ജില്ലാ ഹർത്താലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായും വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ സാജൻ കുന്നേൽ, റോജി പോൾ, നൌഷാദ് ആലുമൂട്ടിൽ, ബിനു നെല്ലിക്കുന്നേൽ, മജീഷ് ജേക്കബ് എന്നിവർ അറിയിച്ചു.